എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി പുഴയിലെ കൊമ്പമ്പാറ തടയണയുടെ സമീപത്താണ് നിൽക്കുന്നത്. ഈ തടയണയുടെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം കർഷകർ നിരവധിയായിട്ടുള്ള യാതനകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് ഇവരുടെ കൃഷിയിടങ്ങൾ, ഏകദേശം 200 ഏക്കറോളം സ്ഥലങ്ങൾ ഈ പരിയാരം പഞ്ചായത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തോടുകളുടെ സമീപ പ്രദേശങ്ങളുണ്ട്. ഇവിടെ വെള്ളം നിറയുന്നത് മൂലം, ഇവിടെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ കപ്പത്തോട് വഴി വെള്ളം കയറി ഈ കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറി വലിയ നഷ്ടങ്ങളാണ് കൃഷിക്കാർക്ക് വിതച്ചിട്ടുള്ളത്. 2 ദിവസമായി മരച്ചീനി, അതുപോലെ തന്നെ വാഴക്കൃഷി തോട്ടങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായി കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് മേലൂർ പഞ്ചായത്താണ്. ഇതുവരെയായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ചെയ്തിട്ടില്ല. ഇത് കൃത്യമായിട്ട് മെയ് പകുതിയോടുകൂടി തന്നെ ഈ ഷട്ടറുകൾ തുറന്ന് വെള്ളം കളയേണ്ടതായിരുന്നു. പക്ഷേ വെള്ളം കളഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആര് എങ്ങനെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല. അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് ഇത് തുറന്നില്ല. MLAയുടെ നേതൃത്വത്തിൽ മിനിഞ്ഞാന്ന് മീറ്റിംഗ് കൂടി ഇതിലൊരു തീരുമാനം ഉണ്ടായി ഉത്തരവ് വന്നതാണ്. ഇടതുകര വലതുകര കനാലിലൂടെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന് പറഞ്ഞ് മറ്റൊരു നിർദ്ദേശം. കർഷകർ ആശങ്കയിലാണ്. ഇപ്പോൾ ഈ വെള്ളം കൂടിയ സാഹചര്യത്തിൽ ഇതിൻ്റെ ഷട്ടറുകൾ എങ്ങനെ തുറക്കും? അപ്പുറത്ത് മേലൂർ വശത്ത് തുറക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഫലവത്താവുമെന്ന് സംശയമെന്ന്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തെ കർഷകരെ ദുരിതത്തിലാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധികൃതർ, ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തായിക്കോട്ടെ, ഇറിഗേഷൻ അധികൃതരായിക്കോട്ടെ, തികച്ചും കെടുകാര്യസ്ഥതയോടുകൂടിയുള്ള ഇടപെടലാണ് ചെയ്തിട്ടുള്ളത്. കർഷകരെ ദുരിതത്തിലാഴ്ത്താൻ വേണ്ടി നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ഇത് ദുരന്തം വിതയ്ക്കേയുള്ളൂ. ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്ന് ജൂൺ 1-ാം തീയതി ഇത്രയും മഴ പെയ്ത സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മഴ പ്രവചിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഇനിയും ഉയരുകയും ഡാമുകളോ മറ്റോ തുറക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകുക. അത് തീർച്ചയായിട്ടും കർഷകരെ വലിയ ദുരിതത്തിലേക്ക് ആഴ്ത്തും. വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഈ ഷട്ടറുകൾ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന JCB മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ മേലൂർ ഭാഗത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം അവിടെ വെള്ളം കുറഞ്ഞ ഭാഗമായതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നു വിടാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കർഷകർ വലിയ ആശങ്കയിലാണ്. കാരണം പരിയാരത്തും മേലൂരിലുമുള്ള നിരവധി കർഷകരുണ്ട്. അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ഈ തടയണയുടെ ഷട്ടറുകൾ ഉയർത്താത്തത് മൂലം നിരവധിയായിട്ടുള്ള കൃഷി നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഷട്ടറുകൾ തുറന്നില്ലെങ്കിൽ കർഷകർ ദുരിതത്തിലാകും. വെള്ളം കൃഷിയിടങ്ങളിലേക്ക് മാത്രമല്ല വീടുകളിലേക്ക് കയറാനായിട്ടുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെങ്ങനെ പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയിലാണ് കൃഷിക്കാർ ഉൾപ്പെടെ ഇവിടുത്തെ അധികൃതർ. എന്തായാലും കളക്ടർ സംവിധാനങ്ങൾ ഉൾപ്പെടെ, കളക്ടറേറ്റിൽ നിന്നുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയം പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലിഫ്റ്റ് കൊമ്പമ്പാറ ലിഫ്റ്റ് ഷട്ടർ ഊരി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള കൈവഴിക്കുള്ള തോടുകളിൽ കൂടി പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറില്ല. കൃഷി ചെയ്തിട്ടുണ്ട്. 10-200 ഏക്കർ സ്ഥലം അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. മരച്ചീനിയായിട്ടും വാഴയായിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം അവരുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുള്ള പഞ്ചായത്തിൻ്റെ, പിന്നെ കളക്ടറായിട്ട് വിളിച്ച് യോഗം കൂടിയിട്ടുള്ളത്. MLA വിളിച്ച് പറഞ്ഞു. ഇന്നലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വെള്ളം കനാല് വഴിക്ക് തുറന്നു വിടാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് ഒരുങ്ങില്ല. പിന്നെ പഞ്ചായത്തിലെ അധികൃതരോട് ഏത് സമയം പല പ്രാവശ്യം മെയ് മാസം 5-ാം തീയതി പ്രസിഡൻ്റാകൊക്കെ ചെന്ന് ഇതിൻ്റെ സങ്കടം ബോധിപ്പിക്കലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ പറയുമ്പോൾ ഊരാനും പിടിക്കാനും അതിനുള്ള ഫണ്ടും കാര്യങ്ങളില്ല, 4 ദിവസം വെയിൽ കാണുമ്പോൾ പിന്നെ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, അവരോട് പിന്നെ അങ്ങനെ നമ്മൾ പിന്നെ ഗൗരവപ്പെട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്കും കുടുംബമായിട്ട് ജീവിക്കുന്ന ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മളവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഇപ്പോൾ അവർ വന്നിട്ട് അവർ നോക്കാൻ പിടിക്കാം. ഇപ്പോൾ ഊരാനാണെങ്കിൽ കിട്ടണില്ല, വെള്ളം കൂടുതലായി. ഇപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആളെ വിട്ടിട്ടുണ്ട് ഈ ഷട്ടർ ഊരാനായിട്ട്. പക്ഷേ അത് ഊരാൻ കിട്ടണില്ല. അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം തോട് വഴി, കനാൽ വഴിക്ക് ഇടതുവരെ വലതുവരെ കനാൽ വഴിക്ക് വെള്ളം വിടാമെന്ന് പറഞ്ഞിട്ട് ഇന്നെന്താ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ കുറേയുണ്ട് വെള്ളം. ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇന്ന് കാലത്ത് മുതൽ കയറിയിട്ടുണ്ടോ? ഇന്ന് കാലത്ത് 2 ദിവസമായി കയറി കിടക്കണേ. 2 ദിവസമായിട്ട് വെള്ളം കയറി? 2-3 ദിവസമായി കയറി കിടക്കണം കൃഷിയിടങ്ങളിൽ. എന്തൊക്കെ കൃഷിയിടങ്ങളിലേക്കാണ് കയറിയത്? മരച്ചീനി, വാഴ ആണ് ഏറ്റവും കൂടുതൽ കൃഷി. പിന്നെ അത് കഴിഞ്ഞ് ജാതി, മംഗോസ്റ്റിൻ കാര്യങ്ങളൊക്കെ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ആൾക്കാർ. മരച്ചീനിയൊക്കെ ഒരു ദിവസം വെള്ളത്തിൽ കിടന്നാൽ പോകും. വാഴയായാലും അതുപോലെ തന്നെയാണ്, 24 മണിക്കൂർ വെള്ളത്തിൽ കിടന്നാൽ പോകും. ഈ ഷട്ടർ ഊരി കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം ഇരിക്കും. അപ്പോൾ പിന്നെ പാടശേഖരങ്ങളിലെ വെള്ളം തന്നെ താഴ്ത്തേക്ക് ഇരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ്. ഇത് പറഞ്ഞ് നമ്മൾ തോറ്റു. കർഷകർ ഇങ്ങനെ നട്ടലൊടി തന്നെ വളരെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ട് വിളവെടുപ്പിൻ്റെ സമയം വരെ അങ്ങനെ പോകാം. ഇതിനൊരു പരിഹാരം. ഇനിയിപ്പോൾ കൂടുതൽ മഴ വരികയും ഡാം തുറക്കുന്ന സാഹചര്യം ഉണ്ടായാലോ? അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇപ്പോൾ ഏതാണ്ട് പോയ മാതിരി നിൽക്കണേ. അപ്പോൾ അതാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വെള്ളം കൊണ്ട് ഡാം തുറക്കേണ്ട പരിപാടിയാണ്. വെള്ളത്തിൻ്റെ ഇരട്ടിയാവും. പൂത്തൊടി തോട് മെയിൻ നമ്മുടെ കപ്പത്തോടിലേക്ക് വരുന്ന ഒരു നീർച്ചാലാണ് പൂത്തൊടി തോട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗത്ത്
ഏക്കർ കണക്കിന് ഭൂമിയിൽ കപ്പ കൃഷിയും വാഴക്കൃഷിയുണ്ട്. ഇതൊക്കെ വെള്ളം കയറിയിട്ടിപ്പം നശിച്ചിരിക്കുന്നത് കാണാം. ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് കിഴക്കനൂടൻ ജിൻഡോ എന്ന് പറയുന്ന ഏറ്റവും നല്ല കർഷകൻ, കൃഷിഭവൻ്റെ ആത്മാ കമ്മിറ്റി ചാലക്കുടി എഡിയോയുടെ കീഴിലെ ആത്മാ കമ്മിറ്റി അംഗമാണ് ജിൻഡോ കിഴക്കൂടൻ. ജൈവ രീതിയിലുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന പരിയാരം പഞ്ചായത്ത് പൊട്ടുവെള്ളരി, അതുപോലെ തന്നെ പാവലം, കുമ്പളം, ഏറ്റവും നല്ല രീതിയിൽ ജൈവ കൃഷിയുടെ വക്താവാണ് ഈ കർഷകൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിടാണ് ഇതിപ്പോൾ നശിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ പല ഘട്ടങ്ങളിലും പല വർഷങ്ങളിലും ഭരണാധികാരികളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പീലാർമൊഴിയിൽ നിന്നാണ് ഈ കപ്പത്തോടിൻ്റെ ഉത്ഭവം. അത് കോടശ്ശേരിയും പരിയാരം പഞ്ചായത്തിൻ്റെ 2 സമീപ പ്രദേശങ്ങളിലെ ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് ഇപ്പോൾ വിജനമായി കിടക്കുന്നത്. അപ്പോൾ അതിനെ അന്ന് കർഷകരുടെയും എല്ലാവരുടെയും ഇടപെടൽ മൂലം ദേവസ്വേട്ടൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു. കപ്പത്തോടിൻ്റെ ഇരുകരങ്ങളിൽ DRD കല്ല് കെട്ടി തോടിനകത്തുള്ള കുളവാളകളും നാങ്കണ തുടങ്ങിയുള്ളവ വലിച്ചു മാറ്റി കളഞ്ഞു കഴിഞ്ഞ് ക്ലീനാക്കി വന്നുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഏകദേശം കുറ്റിക്കാട് പ്രദേശത്ത് വന്ന് നിൽക്കുകയാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഫണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അവ്യക്തതയുണ്ട്. തുടർന്ന് അത്തരത്തിലുള്ള ആ പ്രോജക്റ്റ് തുടർന്ന് നമ്മുടെ ഈ പുഴയിൽ പരിയാരം പുഴയുടെ ദൂരം വരെ എത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് ഭയങ്കര പ്രയോജനകരമായിരിക്കും. തടയണയിലിട്ടിരിക്കുന്ന പലകളെ മാറ്റി ആധുനിക രീതിയിലുള്ള അതിൻ്റെ എസ്റ്റിമേറ്റ് കണ്ടെത്തുകയും അതിൻ്റെ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുന്ന ആ ഫണ്ടുകൾ വിനിയോഗിക്കുകയും കൂടാതെ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ കുടിവെള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി തന്നെ ഫോം ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഇനിയെങ്കിലും ഉണ്ടാക്കിയാൽ ഇത്തരത്തിലുള്ള കർഷകരെ ഈ ഇത്തരം ഘട്ടങ്ങളിൽ നിന്ന് ഈ ശോചനാവസ്ഥയിൽ നിന്ന് മാറ്റാൻ സാധിക്കും. ഈ പോത്തുടി പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആലങ്ങാട്ടുകാരൻ ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടന് നടക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ വർഷവും വീട് വെള്ളത്തിലാവുന്ന ഒരു കുടുംബമാണത്. എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറും. അതാണ് ഇവിടുത്തെ അവസ്ഥ എല്ലാ വർഷവും കേട്ടോ. 2018 ചാലക്കുടി മൊത്തം വെള്ളത്തിലായിരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാ വർഷം വെള്ളം കയറുന്നൊരു വീടാണ്. ഇതെന്താണെന്നുള്ള നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ച സമയത്തൊന്നും അങ്ങനെ വെള്ളമില്ല. ഓ, എന്നാ മേടിക്കണത്? 2010. അപ്പോൾ തടയണ വരാൻ തുടങ്ങിയപ്പോഴാണ് വെള്ളം അവിടെ ഉയരാനായിട്ട് വന്നത്. കാരണം ഇത് ഈ ഷട്ടർ കറക്റ്റായിട്ട് പൊക്കാത്തതിൻ്റെ പ്രശ്നമാണോ? ടൈം ടു ടൈം അത് ഇത്തവണ ഞാൻ ചോദിച്ചു ഷട്ടർ പൊക്കിയിട്ടുണ്ടോന്ന്. അപ്പോൾ ഷട്ടർ പൊക്കിയിട്ടില്ല. വെള്ളം വരുന്ന സമയത്ത് ഷട്ടർ പൊക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിക്ക് മുമ്പ് നോക്കേണ്ട കാര്യമാണ് ഷട്ടർ പൊക്കാനായിട്ട്. അതുപോലെ മഴയൊക്കെ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ സമയത്താണ് ഈ സാധനം അവർ പൊക്കാതിരിക്കുന്നത്. ഇപ്പോൾ ഇത്തവണ ആശങ്കയുണ്ടോ വെള്ളം കയറുന്നുള്ളൂ? അപ്പോൾ ഈ പൊക്കാത്ത ഒരു ആശങ്കയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴിക്കാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അത് പൊക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം കുറേ താഴേക്ക് പോകും. അപ്പോൾ ഈ വർഷക്കാലത്ത് പൊക്കാതിരിക്കുന്നത് ശരിയല്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ന് തുടങ്ങി വന്നോ അതിൻ്റെ ചീപ്പ് എന്നും ഊരാണ്ടിരുന്നോ അന്ന് തുടങ്ങി ഈ ഏരിയ മൊത്തം വെള്ളത്തിലാണ്. ഇപ്പം മഴ തുടങ്ങിയുള്ളൂ. ഒരു പ്രാവശ്യം വെള്ളം കയറി കഴിഞ്ഞൂടെ. ഷട്ടർ ഊരില്ലെങ്കിൽ എല്ലാ വർഷവും സ്ഥിതി തന്നെയാണ്. പലരും കൃഷി ഉപേക്ഷിച്ചു. കിടക്കണിക്കാൻ സ്ഥലങ്ങൾ പലരും ചെയ്യണില്ല. ഷട്ടറിൻ്റെ പരിപാടി എത്രയും വേഗം അതിനൊരു ആധുനിക രീതിയിലുള്ള സിസ്റ്റം കൊണ്ടുവന്നു. ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ഊരിൽ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ഊരിലത്ര എളുപ്പമുള്ള കേസല്ല. വെള്ളത്തിൽ ഇറങ്ങിയെന്ന് ഊരില്ല. അതിനൊരു ശാശ്വത പരിഹാരം ആധുനിക രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണം. ഈ കപ്പത്തോടിൻ്റെ ഈ പാറക്കുന്ന് ഭാഗത്തുള്ളൊരു സ്ഥിതിയാണത്. അപ്പോൾ ഈ പുഴയിൽ നമ്മൾ പറഞ്ഞ ഷട്ടർ പൊക്കാത്തതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വെള്ളം വീറി വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വാഴക്കൃഷിയുണ്ട്. പിന്നെ ഈ കപ്പത്തോടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമാണ് അവിടെ ഞാങ്കണ ഉണ്ട്. എൻ്റെ ഇടയിൽ കൂടെ വെള്ളം പോവില്ല. അത് മാത്രമല്ല പിന്നെ തോട് ചെറുതായി. ഈ പിറകെ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ കർഷകരുടെ വാഴത്തോട്ടങ്ങളും മറ്റൊക്കെയാണ്. ഇതൊക്കെ കാലത്ത് വെള്ളത്തിലായിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ഈ ഷട്ടറിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇതെല്ലാ തവണ ഈ പലക പൊക്കി കയറ്റാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ ഒരു ഓട്ടോമാറ്റിക് സംവിധാനത്തോടു കൂടി ഷട്ടർ പൊക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളും മറ്റ് ജനപ്രതിനിധികളും കൂട്ടായിട്ട് ചേർന്ന് ഈ വെള്ളക്കെട്ട് തോടുകളാൽ വലയം ചെയ്യപ്പെട്ട ഈ പരിയാരത്തെ ഈ പ്രദേശത്തെ കർഷകരെ
സംരക്ഷിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. വെള്ളം മഴ ഇനി വരാതിരിക്കുന്നു, വെള്ളം കയറാനിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഷട്ടർ ഇങ്ങനെ ഭൂതത്തിൻ്റെ മാതിരി നിൽക്കുന്നു. സംഗതി തുറന്നില്ലെങ്കിൽ ആകെ ടോട്ടൽ മൊത്തം പ്രശ്നമാവും.